ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലു ജ്യൂസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു വെറൈറ്റി സിമ്പിൾ ഐറ്റവുമായിട്ടാണ്. ബട്ടർ അവക്കാഡോ. ഇത് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ജ്യൂസ്, ഷെയ്ക്ക്, അതിൻ്റെ ഡെസേർട്ടുകൾ, അങ്ങനെ പല വിധത്തിലുള്ള ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടറിൽ ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. ബട്ടർ വിത്ത് അവക്കാഡോ വിത്ത് ഡ്രൈ ഫ്രൂട്ട്, ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത ഇതൊക്കെ ഇട്ടിട്ട് ബട്ടറിൻ്റെ കൂടെ ഷെയ്ക്ക് അടിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് ബട്ടർ വിത്ത് ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. MJ. അപ്പോൾ നമ്മളെ ബട്ടർ വിത്ത് ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബട്ടർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള ബട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ടീസ്പൂൺ ഉപയോഗിച്ച് ബട്ടറിൻ്റെ തൊലിയിൽ നിന്ന് അതിൻ്റെ കായം വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ബട്ടർ പൂർണ്ണമായിട്ടും നമ്മൾ എടുക്കുകയാണ്. ഏകദേശം 3 ഡ്രൈ ഫ്രൂട്ട് വിത്ത് ബട്ടറാണ് നമ്മൾ അടിക്കുന്നത്. ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, ഈ 3 ഡ്രൈ ഫ്രൂട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം ഏകദേശം എല്ലാം ഒരു 50 ഗ്രാം വീതം നമ്മൾ എടുത്തിട്ടുണ്ട് 3 ഷെയ്ക്കിലേക്ക്. അപ്പോൾ പിസ്തയുടെ തൊലി നമുക്ക് ആദ്യം തന്നെ കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇവകളെല്ലാം, ഈ ഡ്രൈ ഫ്രൂട്ടുകളെല്ലാം ചെറിയ പീസുകളാക്കിയിട്ട്, ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ ചെറിയ നൈഫോ ചെറിയ ഏതെങ്കിലും കത്തികളൊക്കെ യൂസ് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. കാരണം മിക്സിയിൽ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ ഇതാണ് സുഖം. പിന്നെ മിക്സിയുടെ ലൈഫിനും ഇതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ മിക്സിയിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി 3 ജ്യൂസിലേക്ക് നമുക്ക് അത്യാവശ്യം നിറവിൽ 2 ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഷേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഐസ് പാല്, കട്ടപ്പാൽ, ഏകദേശം 500 ml കട്ടപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടയായിട്ടുള്ള പാലാണ്. ഇനി അതിലേക്ക് നമുക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക. ഇത് നിർബന്ധമല്ല, പക്ഷേ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കും. ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബൂസ്റ്റ്, ഏകദേശം ഒരു 3/4, 2 ഭാഗം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ തേനുണ്ട് എന്നുണ്ടെങ്കിൽ ആ തേന് കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്നും നിർബന്ധമില്ല വിഷയങ്ങളല്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതെല്ലാം നമുക്ക് ശരിക്ക് അരച്ചെടുക്കാം. നല്ലപോലെ അരയേണ്ടി വരും, കാരണം ഡ്രൈ ഫ്രൂട്ടൊക്കെ അരയണമെങ്കിൽ നല്ല സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് അത്യാവശ്യം അടിഞ്ഞതിന് ശേഷം ഒരു 250-300 ml വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ വിത്ത് ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ടൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഗ്ലാസ്സിൻ്റെ ചുറ്റൊന്ന് മൊഞ്ചിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഷെയ്ക്ക് അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയിലാണ് നമ്മൾ ഷെയ്ക്ക് ഉള്ളത്. ഇനി നമ്മൾ ഷെയ്ക്കിലേക്ക് ഞാൻ കുറച്ച് അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ അനാർ ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട് ആണല്ലോ, ഡ്രൈ ഫ്രൂട്ടിലേക്ക് അനാർ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മുടെ കയ്യിൽ കോൺഫ്ലെക്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 5 രൂപയുടെ കപ്പലണ്ടി മിഠായി എടുത്തിട്ടുണ്ട്. മൊഞ്ചിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അത് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കാരണം ഇതൊക്കെ ഇങ്ങനെ ഷെയ്ക്കിൻ്റെ ഇടയിൽ, ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്കാണ്, ഡ്രൈ ഫ്രൂട്ട് ബട്ടർ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് കടയിൽ കിട്ടുന്ന അതേപോലെ അതേ രുചിയിലും അതേ മൊഞ്ചിലൊക്കെ നമുക്ക് ഗസ്റ്റ് വരുമ്പോഴും അല്ല നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല രുചിയൂറുന്ന ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ ബട്ടർ വിത്ത് ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ബട്ടർ വിത്ത് ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ എം ജെ.